എന്താ എനിക്ക് ഫുഡൊന്നും വേണോ? നോമ്പല്ലേ? ഞങ്ങൾക്കൊക്കെ നോമ്പാണെന്നേ. എനിക്കെന്താ വേണ്ടി? ബിസ്ക്കറ്റ് കിട്ടിയില്ലേ? അത് തുറക്കണ്ട ഓല് അടച്ചതല്ലേ. ആ അത് തുറന്നു. സുഹൃത്തുക്കളെ, ഞാൻ ഇന്നുള്ളത് നമ്മളെ പാണക്കാട് മറ്റത്തൂര് വെളിയോട് എന്ന് പറഞ്ഞ ഒരു പള്ളിന്റെ ഒരു മുന്നിലാട്ടോ. ഈ ഉസ്താദിനെ നിങ്ങളറിയോ? ഞാൻ കുറച്ച് മുന്നേ ഒരു വീഡിയോ, വേറെ എടുത്തൊരു വീഡിയോ ഞാൻ നമ്മളെ യൂട്യൂബിലിട്ടാണ്ട് ഏകദേശം ഒരു 5 ലക്ഷത്തോളം ആളുകൾ കണ്ടൊരു വീഡിയോ ആണ്. അങ്ങനെ ഞാൻ ഇന്ന് ഉസ്താദിനെ തേടി വന്നതാണ്. ഉസ്താദും ഉസ്താദിന്റെ പ്രിയപ്പെട്ട ശ്രീമാട്ടി എന്നൊരു നായും ഈ പരിസരക്കാരെ ഒരു പ്രിയപ്പെട്ട നായായി മാറി. ഉസ്താദാണ് അതിന് ചെറുപ്പത്തിൽ നോക്കി വളർത്തിയതൊക്കെ. അപ്പോൾ നമുക്ക് ഉസ്താദിനോട് തന്നെ കൂടുതൽ കാര്യങ്ങളൊക്കെ ചോദിക്കാം. ഉസ്താദിന്റെ പേരെന്താ? സൈനുദ്ദീൻ വൈസി. എവിടെ ഉസ്താദ് സ്ഥലം? കാളമ്പാടി അല്ലേ? അതായത് നമ്മളൊരു ഉസ്താദും നിങ്ങളൊരു നായും തമ്മിലുള്ള ബന്ധം എന്ന് പറയുമ്പോൾ, ഞാൻ ആ വീഡിയോ ഇട്ടപ്പോൾ ജനങ്ങൾക്ക് എല്ലാവർക്കും ഒരു അത്ഭുതം. നമ്മൾ ഇസ്ലാമില് ഇങ്ങനെ ഒരു ബന്ധം, നമ്മൾ പൊതുവെ ആളുകളൊരു ധാരണ എന്താ വെച്ചാൽ ഇസ്ലാമിൽ ഇത് ഭയങ്കര എതിരെന്നാണ്. യഥാർത്ഥത്തിൽ നമുക്ക് ഇത് ഹറാമാണോ? സംഭവം എന്താ വെച്ചാല്, നായ എന്നുള്ള സാധനം നമ്മൾ തൊട്ടാൽ 7 പ്രാവശ്യം കേൾക്കേണ്ട മുതലാണ്. പക്ഷെ എങ്കിലെങ്കിലും അറ്റങ്ങൾ കുറച്ച് സ്വഭാവങ്ങൾ പഠിക്കാണ്ട്. അറ്റങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ഇസ്ലാമില് അതിലൊരുപാട് കാഴ്ചപ്പാടുകളുണ്ട്. ഇപ്പൊ റിഫായി ഷെയ്ഖിനെ പോലത്തെ ആളുകൾ, ദുൽഖറിനെ, പിന്നെ ബഹുമാനപ്പെട്ട ഉവൈസുൽ ഖർനി പോലത്തെ വലിയ വലിയ പണ്ഡിതന്മാരൊക്കെ ഓൽക്കൊക്കെ വിജയത്തിലെത്താൻ കഴിഞ്ഞത് തന്നെ ഏകദേശം നായകളെ പരിചരിച്ചിട്ടാണ്. അവരൊക്കെ വലിയ വലിയ ഔലിയാക്കളെ മർത്തബയിലെത്തിയതാണ്. പക്ഷെ അവർക്കൊക്കെ ഇതേമാതിരി തന്നെ നായകളെ കാണുമ്പോൾ പ്രത്യേകമായ ഒരു സ്നേഹവും അതിന് തിന്നാൻ കൊടുക്കലും അതിനെ ശുശ്രൂഷിക്കലും എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ അതിലൊക്കെ ചെയ്യുന്ന ആളുകളാണ് അവർ. അതൊക്കെ ഇസ്ലാമിൽ നമുക്ക് വലിയ ഒരു സ്നേഹമാണ്. ഇസ്ലാമിൽ പറഞ്ഞാൽ ഏത് മതസ്ഥരാണെങ്കിലും ഏത് മൃഗങ്ങളാണെങ്കിലും അവരോട് കാരുണ്യം കാണിക്കണം. കാരണം ഈ കാരുണ്യം ഇറക്കണത് തന്നെ അള്ളാഹുവാണ്. അള്ളാഹുവിന്റെ കാരുണ്യം കൊണ്ടാണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത്. അതിൽ നായകളും പെട്ടു, പന്നികളും പെട്ടു, എല്ലാവരും പെട്ടു. പക്ഷെ അവർക്ക് ഒരു അകലം പാലിക്കാൻ വേണ്ടിയിട്ട് ഇസ്ലാം പറയാൻ കാരണം അതിലൊരുപാട് കാരണങ്ങളുണ്ട്. അപ്പൊ അവർക്കുള്ളതായ പ്രത്യേകത പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ ഈ മരണപ്പെട്ടവരൊക്കെ കൊലപാതകങ്ങളൊക്കെ പിടിക്കാനുള്ള കഴിവ് നായക്ക് കൊടുക്കുന്നുണ്ട്. അത് ഒരു പ്രത്യേക കഴിവ് തന്നെ. അതുകൊണ്ടാണല്ലോ പോലീസ് നായലൊക്കെ അറ്റങ്ങൾ വളർത്തുന്നത്. ഓൽക്കൊക്കെ കൊടുക്കണ MSPന്റെ അടുത്താണ് നമ്മളെ വീട്, മലപ്പുറം. അവിടെയൊക്കെ നായനെ വളർത്തുന്നത് നമ്മൾ കാണുന്നുണ്ട് പോലെ. അതിന് ഒരുപാട് ഫുഡും കാര്യങ്ങളും, ഒരാളെ ശമ്പളം അത്ര അതിന് കൊടുക്കണത്. അതിനെ കുളിപ്പിക്കാനും നോക്കാനും ഒക്കെ ആള് നിയമിച്ചൊക്കെയാണ്. അത്രമാത്രം ഉണ്ടായിട്ടത്. അപ്പോൾ നായക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ തൊട്ടാൽ 7 പ്രാവശ്യം കഴിയുക എന്ന് പറഞ്ഞാലും അവരോട് നമ്മൾ സ്നേഹം കാണിക്കണം, മറ്റുള്ള മൃഗങ്ങളെ പോലെ തന്നെ. പിന്നെ വളർത്താൻ പറ്റുന്നത് 2 കാര്യങ്ങൾക്കാണ്. അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. ഒന്ന് നായാട്ടിന് വേണ്ടിയിട്ടാണ്, മറ്റൊന്ന് നമ്മൾ വീട് കാവലിന് വേണ്ടിയിട്ട് നമുക്ക് വളർത്താം. അത് കഴിഞ്ഞിട്ട് നമ്മൾ വീടിന്റെ ഉള്ളിൽ പൂച്ചനെ വളർത്തും പോലെ വളർത്താനും പാടില്ല, ഒക്കെ പുറത്തായിരിക്കണം. പിന്നെ നായ ഓളി ഇടുന്നത് എന്താ വെച്ചാൽ അത് ശൈത്താന്മാരെ കണ്ടിട്ടാണ് ഓളി ഇടുന്നത്. നമ്മൾ ബാങ്ക് കൊടുക്കുമ്പോഴൊക്കെ ചിലപ്പോൾ ഞങ്ങൾ ഓളി ഇടുന്നത് മിക്കവാറും കാണും. അത് ഇതാണ് പ്രശ്നം. ശൈത്താന്മാർ ഓടി ഓടിന് കണ്ടിട്ടാണ്. അതാണ് നമ്മളെ വിശ്വാസം കാര്യങ്ങളൊക്കെ. ഇപ്പൊ ഞാനിപ്പോ നിങ്ങളെ വീഡിയോ എടുത്തപ്പോഴേ കുറെ നമ്മളെ ഐദവ സഹോദരന്മാരും സഹോദരന്മാരൊക്കെ കുറെ കമന്റ് ഇട്ടു. ഇത് ഭയങ്കര സന്തോഷമായി അവർക്ക് ഇത് കണ്ടിട്ട്. പൊതുവെ നമ്മളിതിൽ ഇതൊരു ഹറാമ് എന്നുള്ള ലെവലിലാണ് കാണുന്നത്. അപ്പോൾ അതിപ്പോ ഏകദേശം ഉസ്താദ് പറഞ്ഞപ്പോൾ തന്നെ ആളുകൾക്ക് ഏകദേശം മനസ്സിലായിണ്ടാവും നായ നമുക്ക് വളർത്താനും അനുമതിയാണ്, അതിന്റെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഈ പള്ളിയിലാണ്, ഇതിന്റെ പരിസരത്താണ് ആൾ പ്രസവിച്ചത്. ഇത് മാത്രല്ല, ഇതിന്റെ ഒപ്പം 2 വേറും ഉണ്ടായിരുന്നു. ഞാനും നമ്മളെ ഉസ്താദ് ശ്രീമാട്ടി എന്ന നായനെ തിരഞ്ഞിറങ്ങിയതാണ്. ഈ നാട്ടുകാരെയും ഉസ്താദിൻ്റെ ഒക്കെ പ്രിയപ്പെട്ട ശ്രീമാട്ടി. അപ്പോൾ ശ്രീമാട്ടിനെ തേടി ഇറങ്ങിയത്. ശ്രീമാട്ടി ഇപ്പോൾ ഇവിടെ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവും നമ്മൾ ഉസ്താദ് പറഞ്ഞ ശേഷം ഞാൻ ഉസ്താദും കൂടി ഇങ്ങനെ ഇറങ്ങിയതാണ്. നമുക്ക് കാണാൻ നോക്കാം. ശ്രീമാട്ടി ഇന്ന് ഉസ്താദ് ഉണ്ട് ആള് തന്നെ. എന്നാൽ നമ്മൾ കാണാൻ പോയേക്കല്ലേ. നമ്മളിങ്ങനെ പരിസരേ ഇവിടെ ഇങ്ങനെ ആള് വരലുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഉസ്താദിനിപ്പോൾ ഇവിടെ നാട്ടിൽ നിന്ന് ഒരാൾ വിളിച്ച് പറഞ്ഞ് ആൾ ഇവിടെ പരിസരത്തുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനും ഉസ്താദ് ഇങ്ങനെ കാണാൻ പോവാൻ മോനെ. അപ്പോൾ മോനും കൂടി ഉണ്ട് നമ്മളിപ്പോൾ തരാൻ. മോൻ്റെ പേരെന്താ? റിഷാദ് അല്ലേ? നമ്മൾ പോയി നോക്കല്ലേ. ശ്രീമാട്ടിനെ കാണാൻ പോവാണ്. ശ്രീമാട്ടി ഇവിടെ വന്ന് കിടക്കുകയാണ്. ഇവിടെ ഓരോ പെരൻ്റെ അവിടെയും പോയിട്ട് നല്ല തീറ്റ കിട്ടും ഓൾക്ക്. അപ്പോൾ ഓളിങ്ങനെ ചുറ്റി അവിടെയെങ്കിലും ആയിട്ടുണ്ടാവും ഇവിടെ. ശ്രീമാട്ടി ശ്രീമാട്ടിന്റെ പ്രസവമൊക്കെ കഴിഞ്ഞാണ് കേട്ടോ. കുട്ടികളൊന്നുമില്ല. കുട്ടികളൊക്കെ ആകെ 4 ദിവസം നിന്നിട്ടുള്ളൂ.
മറ്റേ കുട്ടികളൊക്കെ മരിച്ചതിൻ്റെ ശേഷം അതന്നെ കൊണ്ടുപോയി സ്വയം കുഴിച്ചിട്ടാണ്. കടിച്ചെടുത്ത് കൊണ്ടുപോയിക്കാണ്ട് പിന്നെ തെങ്ങും തൂയിൽ മാന്തികാണ്ട് ഓളന്നെ മറമാടി. ഞങ്ങൾക്ക് ഭയങ്കര അത്ഭുതമായി. അപ്പൊ അതിനുള്ള ബുദ്ധിയൊക്കെ ആയിട്ട് ഞങ്ങൾക്ക് ഉണ്ടല്ലോ. എവിടെ എന്റെ ശ്രീമാട്ടി ഇവിടെ ഉണ്ടാ? ഉമ്മയും മോളും കൂടെ വന്നേക്കുക. ഇത് തള്ള ഇവിടെ ഇവിടെ അറിഞ്ഞിടക്കുക. ശ്രീമാട്ടി ഇതെന്താ ഇവിടെ കുയ്യ വെച്ചാണ്ട് ഇവിടെ കിടക്കണത്? ബാ പോരെ. ഇതൊക്കെ എന്നെ എടുക്കാൻ ആൾക്കാർ ഇത് എത്ര വന്നേക്കണ അറിയണ്ടോ? ബാ ശ്രീമാട്ടി വാ. അങ്ങനെ നമ്മൾ ഫൈനലി ശ്രീമാട്ടിനെ കണ്ടെത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഇതാണ് ശ്രീമാട്ടി എന്ന് പറഞ്ഞ ആള്. ബാ അവിടെ ഒരാൾ നിൽക്കണുണ്ട് നിങ്ങള്. അത് ശ്രീമാട്ടി ഇതിന്റെ തള്ള അല്ലേ? ശ്രീമാട്ടിന്റെ തള്ളേനത്. ഇതാണ് ശ്രീമാട്ടി എന്ന് പറഞ്ഞ നമ്മളെ വൈറലായ അതിന്റെ കാണാൻ വേണ്ടി ആൾക്കാർ വന്നിക്കണ ശ്രീമാട്ടിയെ. ഇതിനിപ്പോ എല്ലാ വയസ്സുണ്ടോ ഇതിന്? ഇതിനിപ്പോ തോനൊന്നുമില്ല, ഒരു 1.5 വയസ്സൊക്കെ ഉണ്ടാവുള്ളൂ. 1.5 വയസ്സല്ലേ? ഏകദേശം 1.5 കൊല്ലത്തോളം 1.5 കൊല്ലം ഇവിടെ അല്ലേ? ഇതിനിടയ്ക്ക് ഒരു പ്രസവം കഴിഞ്ഞു. ഒരു പ്രസവം കഴിഞ്ഞ് 4 കുട്ടികളുണ്ടായിരുന്നു. അതിൽ 4ഉം ചത്തുപോയി. കുട്ടികളൊക്കെ അതിനെ കൊണ്ടുപോയിക്കാണ്ട് തെങ്ങ് തോട്ടിലിട്ടുകാണ്ട് മൂടി. അതിനൊക്കെ ഉള്ള ബുദ്ധി അതിന് തന്നെ ഉണ്ട്. ശ്രീമാട്ടി ശ്രീമാട്ടി എന്നാ ബിസ്ക്കറ്റ് എന്നാ ബിസ്ക്കറ്റ് എന്നാ വേണ്ടേ ശ്രീമാട്ടിക്ക് ബിസ്ക്കറ്റ് വേണ്ടേ? അതെനിക്ക് മുന്തിരിയാ വേണ്ടിയത്? സപ്പോർട്ടാ വേണ്ടിയത്? നോമ്പറക്കാൻ നേരത്ത് ഓൾ അവിടെ എത്തൂട്ടാ. അവിടെ വരും, പള്ളിന്റെ പരിസരത്ത് വരും. അപ്പൊ എനിക്ക് നോമ്പറക്കാനുള്ള സാധനങ്ങൾ കൊടുന്നതും ഒക്കെ ഓൾക്ക് എന്താക്കും വിട്ടുകൊടുക്കുമ്പോ ഓള് ആ മുന്തിരി ജ്യൂസും സപ്പോർട്ടയും എന്താ ഉള്ളതെങ്കിൽ അതൊക്കെ ഓള് തിന്നുകാണ്ട് പിന്നെ അത് കഴിഞ്ഞാൽ ഓള് പോകും അവിടുന്ന് കേട്ടോ. ആണല്ലോ ഓളെ തടി ഇങ്ങനെ. പിന്നെ അതേമാതിരി കണ്ടില്ല, ഇബല പരിസരത്തൂടെ വന്നാല് ഇബല് ഇവിടെ എല്ല് എന്തൊക്കെയുള്ളെങ്കിൽ അതൊക്കെ ഇട്ടെടുത്ത് കൊടുക്കുക. അതൊക്കെ ഓള് തിന്നും. അങ്ങനെ എല്ലാ പരിസരത്തും ഓള് പോയി കണ്ട് കഴിക്കണം. തള്ള അങ്ങനെ ഫേമസ് ആയിട്ടില്ല, ചീമാട്ടിയാണ് ഫേമസ്. കാരണം ഓള് ഒറ്റക്കാണ് പോകൽ എല്ലായിടത്തേക്കും. ഇന്നിപ്പോ തള്ളനെ കണ്ടപ്പോ ഇവിടെ നിന്നായിരിക്കും. ഇത് ഞങ്ങളെ ബാവുട്ടിയാക്കാം. നമ്മളെ പള്ളിക്ക് എപ്പോഴും പെരുന്നാൾ. ഒരു പ്രിയപ്പെട്ട നായായി മാറിയോ ഈ സ്ഥലത്തിന്റെ പേരെന്താ പറഞ്ഞേ? വെളിയോടുകാരെ ഒരു പ്രിയപ്പെട്ടത്. എല്ലാരും ഭക്ഷണം കൊടുക്കും. എല്ലാരും കൊടുക്കും. ഈ പരിസരത്തുള്ളവർക്കൊക്കെ ഈ നായനെ പറ്റി അറിയും. ആരും പാഞ്ഞു പോകുന്നില്ല, പഠിക്കാൻ വരുന്നില്ല, അങ്ങനൊന്നുമില്ല. ആരൊന്നും ഉപദ്രവ കാര്യങ്ങളൊന്നുമില്ല. അതൊക്കെ കറക്റ്റ് ചെയ്യുന്ന അറിയും അല്ലെ? അതിനറിയും. കുട്ടികളെ പേടിപ്പിക്കാൻ അങ്ങനത്തെ ഒന്നുമില്ല. കുട്ടികൾക്കൊക്കെ ഇഷ്ടമാണ്. എല്ലാ കുട്ടികളും എല്ലാം ഇട്ട് കൊടുക്കുകയും ചെയ്യും. അപ്പൊ ഈ വെളിയോട്ട് നാടിന്റെ പ്രിയപ്പെട്ട ഒരു നായയാണ് ഈ ശ്രീമാട്ടി എന്ന് പറഞ്ഞത്. ശ്രീമാട്ടി ഏകദേശം 1.5 വയസ്സുണ്ട്. ഒരു പ്രസവവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പക്ഷെ കുട്ടികളെ കിട്ടിയിട്ടില്ല. കുട്ടികളൊക്കെ ഡെഡായി പോയി എന്നാ പറഞ്ഞത്. അപ്പൊ ഈ നാട്ടുകാരൊക്കെ ഇത് ഈ വീടിന്റെ ഉടമസ്ഥനാട്ടോ ഇവിടെ ഉള്ളത്. അപ്പൊ ഇവര് മൂപ്പരെന്താ വെച്ചാല് ഇവിടെ ആള് അധികം ഉണ്ടാവും അല്ലെ? ഈ ഭാഗത്തൊക്കെ ഉണ്ടാവും അല്ലെ? അപ്പൊ നിങ്ങളൊക്കെ കാണുമ്പോ ഭക്ഷണം കാര്യങ്ങളൊക്കെ കൊടുക്കും. അപ്പൊ ചുരുങ്ങി പറഞ്ഞ ആളുകൾക്ക് ഒരു പ്രിയപ്പെട്ട നായകൻ മാറി അല്ലെ? ഇത് ശ്രീമാട്ടിന്റെ തള്ള. ഇതിന് പിന്നെ അങ്ങനെ ആൾക്കാരായിട്ട് വലിയ ബന്ധമൊന്നുമില്ല. അതായത് ഇതിന്റെ കുട്ടിയാട്ടെ ശ്രീമാട്ടി. കഴിച്ചോ? ആൾക്കാർ പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതങ്ങനെ മനുഷ്യനായിട്ട് അത്ര ഇണങ്ങിയിട്ടില്ല എന്നാ പറയണത്. എന്തായാലും നമുക്ക് ഫുഡ് കൊടുക്കുക. ഇത് പ്രസവിച്ച് പോയതാണ് അവിടെ പള്ളീൻ്റെ പരിസരത്ത്. ഈ ഡോഗ് ഈ കാണുന്ന ഈ പട്ടി പ്രസവിച്ച് പോയതാട്ടോ. അങ്ങനെയാണ് ശ്രീമാട്ടി അവിടെ ഉണ്ടാവണം. പിന്നീട് രാത്രി മാത്രം വന്നിട്ടാണ് പാല് കൊടുക്കൽ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഉസ്താദാണ് പിന്നീട് ഇതിന് ഫുഡും കാര്യങ്ങളൊക്കെ കൊടുത്ത് വളർത്തുന്നത്, പാലൊക്കെ കൊടുത്ത് വളർത്തുന്നത്. ഉസ്താദിന്റെ ബാക്കിൽ ആള് പോകുന്നുണ്ട് കേട്ടോ. ഉസ്താദ് വിളിച്ചതിനനുസരിച്ച് അതാളങ്ങനെ പോണ്. അതാ ശ്രീമാട്ടിയാ പോണ്. ബാ ശ്രീമാട്ടി പോരെ. ബാ പോരെ. അവിടെ എന്താ? അവിടെ ഒന്നുമില്ല. ഇങ്ങോട്ട് പോരെ.
അനക്കുള്ളതൊക്കെ അവിടെ അല്ലേ, പള്ളിന്റെ പരിസരത്തല്ലേ ഉള്ളത്. പോരെ, ഞാൻ പോവാട്ടാ. പോരെ, വാ വാ. അതാണ് ആ ബാക്കിലേക്ക് അവിടെ കുത്തി മാറി നോക്ക്. പോരെ, വാ വാ. സിമാട്ടി വാ. ഇജ്ജെടുക്ക പകലൊക്കെ പോയി കിടക്കണത് അവിടെ? പോലെ എനിക്ക് ചോറൊക്കെ തരലുണ്ടാ? ഇജ്ജെടുക്കാൻ മണ്ടന് വായോ. എന്റെ മുന്നിൽ അങ്ങനെ പോകും. അത് ചെലവീട് ചിലപ്പോ അതിന് ചെലവീടൊക്കെ അറിയും. ഇങ്ങോട്ട് പോരെ. ആ ഗേറ്റ് തുറക്കണ്ട, ഗേറ്റൊക്കെ തുറക്കും. 2 കാലുകൊണ്ട് ഇങ്ങനെ ഒരു ഉന്തല. ഞാൻ ഗേറ്റ് അടച്ചുകാണ്ട് പോയാണെങ്കിൽ വന്നാൽ 2 കൈ കൊണ്ട് ഇങ്ങനെ തുറക്കാണ്ട് ഉള്ളിക്കാണ്ട് വരും. അതൊക്കെ ഓളെ ഐഡിയയിൽ പെട്ടതാണ്. സിമാട്ടി സിമാട്ടി, രാവിലെ എന്താ ഭക്ഷണം കിട്ടിയിരിക്കണല്ലോ ഉഷാറായിട്ട്? പള്ളൊക്കെ നിറഞ്ഞേക്കണ്. വയറ് നിറഞ്ഞേക്കണോളത്. ഇനി ഒരു ഭാഗത്ത് അങ്ങനെ പോയി കണ്ട് കടന്നോളും. എവിടെയെങ്കിലും ഗേറ്റ് തുറന്നു കണ്ടാല് എല്ലാം അങ്ങോട്ട് കയറും. കാരണം അവിടെ നിന്ന് കിട്ടണല്ലേ. ഇപ്പൊ പോകണ പള്ളിയേക്കാണ്. ഇനി പള്ളിന്റെ അവിടെ പോയിട്ട് അവിടെ നിൽക്കുള്ളൂ. അവിടെ പോയി ആ തണലത്ത് അവിടെ ഒരു സപ്പോർട്ടിന്റെ മരമുണ്ട്. ആ മരത്തിന്റെ ചോട്ടിൽ കുറച്ചു നേരം നിൽക്കും. അതിമന്ന് ഇപ്പൊ പോത്ത് ചാടുന്നുണ്ട്. കിട്ടിയ അപ്പ എടുത്തുകാണ്ട് അവിടെ ഇരുന്നാണ്ട് തിന്നും. ചിലപ്പോ ഓള് കയറി പറിച്ചും ചെയ്യും. അയിമക്ക് ചാടും. അതിന്റെ മുറ്റത്ത് ഞാൻ ഭക്ഷണത്തിൽ ചെല്ലുമ്പോ എന്റെ ഒപ്പം വന്നാല് അയിമന്ന് ഇങ്ങനെ തൂങ്ങിക്കുണ്ടാവുമല്ലോ. അപ്പൊ കൈ രണ്ടും ഇങ്ങനെ പൊന്തിച്ചുകാണ്ട് അയിമന്ന് കടിച്ചെടുത്തുകാണ്ട് തിന്നും. ഹലുവ നല്ല ഇഷ്ടാണ്. മരിച്ചാലൊക്കെ ദ്വാരക്കാൻ വേണ്ടി കൊടുന്ന ബാക്കി ഉണ്ടെങ്കിലേ ഹലുവ ഇട്ടെടുത്താല് ഓള് തിന്നോളൂ. ബാ പോരെ, പോരെ പോരെ. മൂത്രമൊഴിക്കാനാണ് ആ തൊടുക്ക് കയറിയത്. ആ തൊടുക്ക് കയറിയിട്ട് മൂത്രമൊഴിക്കുള്ളൂ. അങ്ങനെ വൈക്കല് അങ്ങനെ ഒന്നും ചെയ്യൂല. വാ പോരെ പോരെ. പരിചയമില്ലായിട്ട് നിങ്ങൾ തീരെ ഇവിടെ കാണാത്ത ആളല്ലേ, അതാണ് അങ്ങനെ നോക്കണത്. ഇവിടെ ഒരു വട്ടയിലും കാണുന്ന ആളാണെങ്കിൽ ഒരു പ്രശ്നമില്ല, അങ്ങനെ പൊയ്ക്കോളൂള്. അപ്പൊ ആ വീട്ടിലൊക്കെ നോക്കും. അവിടെയൊക്കെ ചെലവിന് പോകണം വരെയാണ് ഓല്. അങ്ങോട്ട് നോക്കിയിട്ട് ഓല് ഫ്രിഡ്ജിലൊക്കെ കൊടുന്നേക്കും. അവിടെ ടീച്ചറുണ്ട്. സ്കൂളിൽ നിന്ന് ബിരിയാണി ഒക്കെ ഉണ്ടെങ്കിൽ ഇതിനായിട്ട് കൊണ്ടുവരും. എന്നിട്ട് ഞാൻ പറയും സീമാട്ടിക്ക് വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങോട്ട് പറഞ്ഞാൽ അറിയും. അപ്പൊ അങ്ങോട്ട് പോകും. അല്ലെങ്കിൽ അവരൊപ്പം തന്നെ അങ്ങോട്ട് വരും. ഒപ്പം വരുന്ന മൂപ്പരൊപ്പം വരും. അതേമാതിരി ഇവിടെ ഒരു ചെറുക്കനാക്കണ്ട്. ആ വീടിലെ പൂച്ചേനൊക്കെ വളർത്തുന്നതാണ്. ഇവിടുത്തെ നാട്ടിലെ ചെറുക്കനാക്കാന്ന് ഞങ്ങൾ പറയാം. അയാൾ വീട്ടിൽ കുറേ ഉണ്ടായിരുന്നത് വന്നുകാണ്ട്. ആദ്യം എല്ലാവരും ഇപ്പം പോകും. മൂപ്പര് സ്കൂട്ടിമ്മ പോവുകയാണെങ്കിൽ സ്കൂട്ടിന്റെ പിന്നാലെ മണ്ടും. എന്നിട്ട് അവിടെ നിന്ന് ഭക്ഷണം കൊടുക്കും. ഇപ്പൊ പിന്നെ എന്റെ ആവശ്യമില്ലല്ലോ. ഇപ്പൊ നാട്ടുകാർ പ്രിയപ്പെട്ടതായപ്പോ ഓളെന്നെ എന്താക്കി ഓരോ പെരന്റെ മുറ്റത്ത് അവിടെ പോയി കാണാൻ കിടക്കുക. എന്തേ വാ 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 പോരെ പോരെ വാ വാ. സിമാട്ടിനെ കിട്ടി. ബാവുട്ടീന്റെ പേരന്റെ ബാക്കിലായിരുന്നു. ഇവരൊക്കെ പ്രിയപ്പെട്ടത് സിമാട്ടി വന്നേക്കണ്. അവിടുത്തെ പൂച്ചയാണ്. അവിടെ സ്ഥിരമായിട്ടുള്ള പൂച്ചയാണ് അതൊക്കെ. ഇല്ല, കുറച്ചേരം ഇങ്ങനെ നോക്കിക്കും. അത്രേ ഉള്ളൂ. പൂച്ചതാ. ഈ വീട്ടിലെ പൂച്ച. അങ്ങനെ എല്ലാ വീടുകളിലും ഓരോ പൂച്ചകളുണ്ട്. ഒന്നും ചെയ്യൂല. പൂച്ചനെ ഉപദ്രവിക്കൊന്നും ചെയ്യൂല. ഓലൊക്കെ അവിടെ പോയി ഇന്നുകാണ്ടൊക്കെ തിന്നുകാണ്ട് ഓലോട് പോരും. ബാ. അബ്ദുറഹ്മാൻ ഞങ്ങള് ആയി എന്നാ പറയാ. ആയിക്കാണ് ഇവിടുത്തെ. ഉപ്പ് കണ്ടാവോള അവിടെ കിടക്കും. പോരെ പോരെ സിമാട്ടി പോരെ. ഞാൻ പോവാ
പോരെ പോരെ സിമാട്ടി വേം പോരെ ഇവിടൊക്കെ വെയിലാണ്, വെയിലില്ലാത്ത ചെറുതൊക്കെ വേഗം പോരെ. അങ്ങോട്ട് കയറണ്ട, അവിടൊക്കെ ചെലവ് പോകാനായിട്ടില്ല, അതൊക്കെ വൈകുന്നേരമാണ്. ഇത് ഞങ്ങളെ പ്രസിഡന്റിന്, പള്ളിന്റെ പ്രസിഡന്റിന്റെ വീടാണ്. ആചാര്യ എല്ലായിടത്തും പോകും. പോണ പോക്കിലോടൊക്കെ ഒന്ന് കയറികാണ്ട് ഒന്ന് സോപ്പിട്ട് നോക്കിക്കും. അവിടൊക്കെ പോയി നിൽക്കുമ്പോഴാണ് ഓല എന്തേലും ഇട്ടെടുക്കുക. അപ്പൊ ആൾക്ക് ആവശ്യമില്ലെങ്കിലും ഒന്ന് അവിടെ കയറികാണ്ട് നോക്കിക്കാണ്ട് പോരും. നടന്നോ ആ ഈ പേരിലും കൊറേ ഈ കാറിന്റെ ചോട്ട കിടക്കുക. ഈ വീട്ടിലെ ഷെരീഫാക്കാന്റെ വീടാണ്. ആ നാട്ടിൽ പോയാലും ലീവിന് പോയാലും ഒക്കെ ഓൾക്ക് ആ ഗേറ്റ് തുറക്കണോക്ക്. അത് തുറക്കണ്ട ഓല് അടച്ചതല്ലേ. ആ അത് തുറന്നു. ആ ഓളൊരു ഇതാണത്, ഒരു കഴിവാണത്. ആ ഏത് ഗേറ്റ് അടച്ചാലും ഓള് തള്ളി തുറന്നുകാണ്ട് പോയി സോപ്പിട്ട് കാണ്ട് അവിടെ ഇരിക്കും. ആ ഭക്ഷണം കിട്ടിയോണ്ടാണത്. പോരെ 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 ഇങ്ങോട്ട് പോരെ സിമാട്ടിയേ. സിമാട്ടി വാ സിമാട്ടി വാ സിമാട്ടി വാ 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 പോരെ പോരെ വാ. ഈ വീടാണ് ഓളെ ആസ്ഥാനം. ഇത് സീമാട്ടിനെ എടുക്കാൻ വന്നാണ്. ഓള് വാവുട്ടിയാക്കാൻ്റെ അവിടെ ഇരുന്നു. കൊട്ടമരത്തെ കണ്ടില്ലേ, അതിന്റെ ചോട്ടില് അത് കൊയ്യന് കാത്തൊക്കെയായിരിക്കും. ആ ഈ സപ്പോട്ട ഇതിമ്പന്ന് ചാടിയാല് അപ്പോഴൊന്ന് എടുത്തുകാണ്ട് ഇവിടുന്ന് തിന്നൂല, ഇവിടുന്ന് വല്ല അങ്ങോട്ട് കിടക്കും. ആ സൈഡിൽ അവിടെ പോയിരുന്നാണ്ട് ഒക്കെ സാവകാശം തിന്നുകാണ്ടാണ് അവിടെ പോവുള്ളൂ. ഒരിക്കൽ അതൊരു വിഷയമില്ല. അപ്പുറത്ത് കൂടെ പോയി കാണ്ടാണ് ചിലപ്പോൾ പറിച്ചു കാണ്ട് തിന്നുക. ഇതിമെന്ന് പറിച്ചു തിന്നും. ഞാൻ ചെലവിന് വരുമ്പോ എൻ്റെ ഒപ്പം വരും അങ്ങോട്ട്. എന്നിട്ട് ആ മുറ്റത്ത് കിടക്കുമ്പോ ഇതിങ്ങനെ കാണുകയല്ലേ, കൈ ഇങ്ങനെ പൊന്തിച്ച് കാണിട്ട് പറിച്ചു കാണ്ട് തിന്നണം. അപ്പോഴാണ് അതിന് സപ്പോർട്ട ഇഷ്ടമാണെന്ന് എനിക്ക് മനസ്സിലായത്. പിന്നെ ഓല് സപ്പോർട്ട് നമുക്ക് കുറച്ച് തന്നിരുന്നു. അത് ഞാൻ കുറച്ച് പൊയ്പ്പിച്ചതിന് കുറച്ച് പെരീക്കും കൊണ്ടുപോയി, കുറച്ച് ഓൾക്ക് ഇവിടെ വെച്ചും ചെയ്തു. ഓരോ ദിവസം കൊടുക്കുക. ഇനി ഒന്നും കൂടെ ബാക്കിയുള്ളൂ. എന്തേ ഇജ്ജ് കൊയങ്ങിയാ? ഇജ്ജ് കൊയങ്ങിയാ? എന്തേ എന്താ എനിക്ക് ഫുഡൊന്നും വേണോ? നോമ്പല്ലേ, ഞങ്ങൾക്കൊക്കെ നോമ്പാണെന്നേ. എനിക്കെന്താ വേണ്ടി? ബിസ്ക്കറ്റ് കിട്ടിയില്ലേ? വൈകുന്നേരം ചായക്കും കടിയൊക്കെ ഇവിടുന്ന് ആൾക്കാർ കൊടുത്തയക്കുമ്പോ അതിന്റെ ആ കടിയൊക്കെ ഞാൻ എന്താക്കും, പുറത്ത് കിട്ടുള്ളൂ. ഇവിടെ എല്ലാ വീട്ടുകാരും നമ്മളെ ചെറുക്കനൊക്കെ ഞാൻ പറഞ്ഞു വരുമ്പോ തന്നെ ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെ സി കെ മുഹമ്മദ്, പിന്നെ നമ്മളെ ആബിദ്, ഇവര് 2-3 ആളുകള് കൂടുതൽ കെയർ ചെയ്യുന്നുണ്ട് ഉസ്താദിനെ പോലെ തന്നെ. സ്ഥിരമായിട്ട് കൊണ്ടെടുക്കാനും ഒപ്പം കൊണ്ടുപോകാനും ഭക്ഷണം കൊടുക്കാനും ഇങ്ങനെയുള്ളൊരു നോട്ടമുള്ളൂ. ഇവര് 3-4 ആളുകളാണ് അതിന് കാര്യമായിട്ട് കെയർ ചെയ്യുന്നത്. പിന്നെ ഓള് പിന്നെ ഇതിന്റെ പള്ളിന്റെ ഇതിന്റെ പുറത്തേന്നു. പിന്നെ ഫുള്ള് പുറത്താണ് ഓള്. പിന്നെ ഞാൻ ഓളോട് പറഞ്ഞേക്കാണ് ഗേറ്റിന്റെ അപ്പുറത്ത് കിടക്കാൻ പാടില്ല. ഇന്നിപ്പോ ഓള് വീഡിയോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഇങ്ങോട്ട് വന്നിക്കുന്നത്. ഉണ്ട് കണ്ടുകൊണ്ടാണ് ഓള് ഇങ്ങോട്ട് കയറ്റുന്നത്. അല്ലെങ്കിൽ ഇതിന്റെ പരിസരത്ത് അവിടെ പുറത്താണ് കിടക്കുക. ഇവിടെ ഉണ്ടാവും. രാത്രി ചെലവിന് വരുമ്പോ അവിടെ കിടക്കണുണ്ടാകും. എല്ലാരും പോയാലും ഞമ്മളൊപ്പം പിന്നെ ഓളോട് പോരും. അതിന്റെ ഇടയിൽ കുറെ ആൾക്കാരൊപ്പം പോയിന്ന് കുറെ കാലം ഓലപ്പം തന്നെ ആയിരുന്നു. അല്ല ഓരപ്പം ആദ്യമാണ് പോകും. ഞാൻ ഇറങ്ങണതിന്റെ മുമ്പ് തന്നെ. പിന്നെ ഒക്കെ ഓൾക്ക് പിന്നെ പെരകള് ഒക്കെ ആയല്ലോ. അതുകൊണ്ട് പിന്നെ ഉസ്താദ് ഇവിടെ മദ്രസിലുണ്ടല്ലോ. അപ്പൊ ലീവുള്ള ദിവസങ്ങൾ ചിലപ്പോ ഇവിടെ കാണാത്തോണ്ട് ആ മദ്രസിൽ പോയി വെക്കലുണ്ട് പറഞ്ഞേക്കൊണ്ട്. ഇവിടെ ഞാൻ അജ്മീർക്ക് 10 ദിവസത്തിന് പോയപ്പോ എന്നെ ഇവിടെ കണ്ടിട്ടില്ല. അപ്പൊ എന്നെ തെരഞ്ഞ് അവിടെ മദ്രസ 1 കിലോമീറ്റർ കിലോമീറ്റർ ഉണ്ട്. അവിടെ പോയി അന്വേഷിച്ചു കണ്ട് പോകുന്ന മമ്പൗലിതായ കണ്ടു. 3 കുട്ടികളെ, 3 കുട്ടികൾ, 2 കുട്ടിയായി. ബാക്കിയായിരുന്നു. പിന്നെ ഈ പള്ളിന്റെ പരിസ്ഥിതി ഇവിടുന്നാണ് ഓള് വളർന്നത്.
അല്ലെ ഫുഡും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഫുഡും കൊടുത്തിട്ട് കാര്യങ്ങളൊക്കെ ഇവിടുന്ന് വളർന്നു. സീമാട്ടി എന്ന് പറഞ്ഞ നായ വളർന്നത്. ഇതിനാരാണ് ഇപ്പൊ പേരിട്ടത്? പേര് ഞാൻ കണ്ടിട്ടതാണ്. ആ. സീമാട്ടി സീമാട്ടി. പേര് അതിന്റെ മനസ്സിൽ കൊണ്ട് ഉദിച്ചതാണ് സീമാട്ടി എന്നുള്ളത്. സീമാട്ടി എന്നുള്ളത് അങ്ങനെ നോക്കി സീമാട്ടി അവരെ പറഞ്ഞു 1.5 വർഷത്തോളായി ഇവിടെ. അതിനിടയ്ക്ക് ഒരു പ്രസവവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. 4 കുട്ടികളുണ്ടായിരുന്നു. 2 4 ചത്തു. അതിൽ 2 ഓളെന്നെ കൊണ്ടുപോയിക്കാണ്ട് കുഴിച്ചിട്ട് ആയിട്ട് നമ്മൾ കണ്ടു. കടിച്ചു കൊണ്ടുപോയിക്കാണ്ട് ഇവിടെ ആ തെങ്ങിന്റെ ചോട്ടിൽ കൊണ്ടുപോയിക്കാണ്ട് മാന്തിക്കാണ്ട് ഓള് കുഴിച്ചിട്ട് ആകെ 4 ദിവസം നിന്നിട്ടുള്ളൂ കുട്ടികള്. പിന്നെ കുട്ടികൾക്ക് ആയുസില്ല. അതാണ് ഓളെ കഥ. നായനെ വളർത്തുന്നതിൽ ഞമ്മക്ക് വലിയ പ്രചോദനേ ഞങ്ങളെ ഉമ്മയാണ്. നമ്മളെ ഉമ്മ വയനാട്ടിൽ നിൽക്കുന്ന കാലത്ത് തന്നെ നമ്മൾ പട്ടിണിയും ഭാര്യാലുള്ള കാലത്ത് തന്നെ നമ്മളിൽ നിന്നുള്ള ഭക്ഷണം നായ്ക്കൾക്ക് ഇട്ടുകൊടുത്തുകാണ്ട് നമുക്ക് കാണിച്ചു തന്നതാണ്. അപ്പൊ ആ ഒരു മാതൃകയാണ് നമ്മൾക്ക് പിൻപറ്റാനുള്ളത്. ജീവൻ. അപ്പൊ നമ്മളെല്ലാ ജീവികളെയും സ്നേഹിക്കും വേണം, അവർക്ക് നമ്മൾ ഭക്ഷണം കൊടുക്കും വേണം. അത് പടച്ചവന്റെ ഭാഗത്തു നിന്നുള്ള കൂലിയുള്ളതാണെന്ന് വിശ്വസിക്കുന്നവരാണല്ലോ നമ്മള്. ഏത് വസ്തുക്കൾക്കും നമ്മൾ എന്താക്കണം? ഭക്ഷണം കൊടുക്കണം. അവരെ നമ്മൾ സ്നേഹിക്കും വേണം, കാരുണ്യം കാണിക്കും വേണം. അപ്പോഴാണ് അള്ളാഹുവിന്റെ കാരുണ്യം മനുഷ്യരോട് അള്ളാഹു തആല കാണിക്കുള്ളൂ. മൃഗങ്ങളോടും മനുഷ്യരോടും നമ്മൾ കരുണ കാണിക്കണം. മനുഷ്യർ മാത്രമല്ല, എല്ലാ മൃഗങ്ങളും വേണ്ടേ നമ്മൾ സ്നേഹിക്കാം. സെക്രട്ടറിയാണ്. ചുരുങ്ങി പറഞ്ഞ നിങ്ങൾ ഈ പരിസരത്തും നിങ്ങളെ പള്ളിയിലൊക്കെ ഒരു ബന്ധം ആൾക്കുണ്ട് അല്ലെ? ഈ സീമാട്ടി പറഞ്ഞ നായക്കുണ്ട് അല്ലെ? ഇവിടെ പട്ടിയാണ്. എല്ലാവർക്കും ഉസ്താദിനായിട്ടുള്ള കൂടുതൽ ബന്ധമുണ്ടെന്ന് ഇവിടെ നാട്ടിലല്ല പെണ്ണുങ്ങളൊക്കെ പറയുന്നത്. ഉസ്താദ വിളിക്കണു. പിന്നെ എന്റെ പെണ്ണുങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഉസ്താദ് കണ്ടോ സീമാട്ടി ഇതിൽ പോകുമ്പോ സീമാട്ടിയെ വിളിക്കുന്നത്. സംസാരമാണ്. പക്ഷെ പലരും പോകുന്നവർക്കൊക്കെ ശ്രദ്ധപ്പെടലുണ്ട്. അപ്പൊ ഇന്ന് നമ്മള് പോകുമ്പോഴേ അവിടെ കുറെ ദൂരത്താണ് ഇപ്പൊ ഇവിടെ നിൽക്കുന്നത്. അപ്പൊ അവിടുന്നാണ് പുസ്തകം വിളിച്ചിട്ട് ഇപ്പൊ ആളിത്തട്ടും വന്നത്. ഇപ്പൊ ഈ പള്ളിന്റെ അവിടെ കിടക്കുന്നത് അത്രയും ലോങ്. ഇപ്പൊ അത്യാവശ്യം ഞങ്ങൾ പുസ്തകമൊക്കെ നടന്നു. നോമ്പാറ്റാണ്ട് പുസ്തകം നടത്തിച്ചില് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം എന്താ വെച്ചാൽ നമുക്ക് കാരുണ്യാണല്ലോ വലുത്. ഈ മാസം തന്നെ കാരുണ്യാണ്. പിന്നെ മൂപ്പര് ചെലവിന് പോകുമ്പോ അവിടെ വീട്ടിന്റെ മുറ്റത്ത് കടക്കും. മൂപ്പര് ഭക്ഷണം കഴിച്ച് വരുമ്പോ എന്തെങ്കിലും കൈ കരുതും, കൊടുക്കും. അല്ലെങ്കിൽ അവിടെ തന്നെ കൊടുക്കും. ഇപ്പൊ നേരത്തെ പറഞ്ഞ് 2-3 ആളെ വീട്ടിലും പോലുണ്ട്. എല്ലാരും വീട്ടിലും വരും. പക്ഷെ അവർക്ക് 3 ആൾക്ക് കുറച്ച് സ്പെഷ്യൽ ഉണ്ട്. അവര് വണ്ടി പോകണമെങ്കിൽ അതിന് ഓടും. വീട്ടിൽ പോകുമ്പോ ആദ്യമൊന്നും പോകൂല. പിന്നെ ഇങ്ങനെ പോകുമ്പോ അപ്പൊ ഇതിപ്പോ ഇവിടെ ആള് കിടന്നോട്ടോ. പിന്നെ നമ്മള് ആബിദ് ഇതിനെ കുളിപ്പിച്ചൊക്കെ ചെയ്തു. ദുബായി പോയി. കുളിപ്പിക്ക് വരെ ചെയ്യും ആള്. അത്രത്തോളം പ്രിയപ്പെട്ടതായി മാറി ചുരുങ്ങി പറഞ്ഞാൽ. കുറച്ച് ആളുകൾ കെയർ ചെയ്യുമ്പോ അതിന്റെ സ്വഭാവമൊക്കെ കണ്ടിട്ടാ തോന്നുന്നു എല്ലാരും ഒന്ന് കെയറുണ്ട്. നമ്മള് കണ്ടാ എല്ലാ നായകളെ പോലെ അല്ല ഇതിന്റെ പ്രത്യേകത. ഒരുപാട് പ്രത്യേകത. ചെറുപ്പത്തിൽ തന്നെ ഇവിടുന്ന് വളർന്നു. അതുകൊണ്ടായിരിക്കും വിചാരിക്കുന്നു. അപ്പോൾ സീമാട്ടി ഏകദേശം ഇങ്ങനെ വലുതായി വരുമ്പോൾ ഇവരൊരു കളിപ്രായം ഉണ്ടാവും. ഈ കളിപ്രായം ആകുമ്പോൾ ഇവിടെ നിസ്കരിക്കാനൊക്കെ വരുന്ന ആളുകളുടെ ചെരുപ്പ് അതേമാതിരിയുള്ള ചെരുപ്പുകൾ കടിച്ചു തുടങ്ങിയപ്പോൾ ആള് പിന്നെ എന്താണ് ഇതിന്റെ പുറത്തല്ലേ? ഗേറ്റിന്റെ പുറത്ത്. പുറത്തോട്ട് മാറ്റി സ്ഥാനം ഗേറ്റിന്റെ പുറത്താണ്. ഇപ്പൊ നമ്മള് വീഡിയോ എടുക്കാൻ വേണ്ടിട്ട് മാത്രമാണ് അവൾ ഇങ്ങോട്ട് വന്നാലേ. അല്ലെങ്കിൽ സീമാട്ടി ഇതിന്റെ മേലെ എന്താക്കുക? പ്രസവിച്ചെടുക്കുക. ആ വീടിന്റെ മേലെ അതിന്റെ തള്ളയാണെങ്കിൽ താഴത്ത് കാവലും നിൽക്കുക. അപ്പൊ ഞാൻ നാട്ടിൽ നിന്ന് വന്നപ്പോ അത് പ്രസവിച്ച് പറഞ്ഞപ്പോ എനിക്ക് കുട്ടീനെ കാണാനൊരു പൂതി ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ എന്താക്കി വന്ന പാടിന് ഒരു സ്കേറ്റ് പാക്കറ്റ് ഉണ്ടായിരുന്നു. അപ്പൊ എന്നോട് എല്ലാവരും പറഞ്ഞു പ്രസവിച്ചാൽ 2-3 ദിവസം മണ്ടി വരൂല, അത്ര കുട്ടീന്റെ അടുത്ത് അവിടെ കിടക്കും. അപ്പൊ ഞാൻ എന്താക്കി അവിടുന്ന് സീമാട്ടി എന്ന് വിളിച്ചപ്പോണ്ട് ഒരു വരവ് കൊണ്ട് വന്നിട്ട് സുഖാന ജലജലായോ ഇന്ന് വരെ അങ്ങനെ ഓടി വന്നിട്ടില്ല. മാതിരി ആ വെസ്പിന്റെ ഇന്നെ തിന്നാനുള്ള കണക്കിനാണ് ഓടി കാണുന്നത്. അത് പാഞ്ഞിട്ട് വന്നപ്പോ ഞാൻ എന്റെ ബിസ്ക്കറ്റ് ഒന്നായിട്ടാണ് ഇട്ടെടുത്തു. അതാണ് കിടക്കിടക്കിടന്ന് പെട്ടെന്നാണ് തിന്ന് കാണുന്നുണ്ടല്ലോ. കുട്ടിന്റെ അടുത്തേക്കാണ് മണ്ടിയത്. അപ്പൊ തന്നെ പോയി. പിന്നെ ഞാൻ പിറ്റേ ദിവസം അതേമാതിരിക്ക് അടുത്ത പെരയിൽ പോയി കാണി ചോറ് വന്നു. പിന്നെ എന്റെ ഒപ്പം വരൂലല്ലോ കുട്ടിയുണ്ടായിരുന്നു. പിന്നെ ഞാൻ അടുത്ത പെരയിന്ന് ഈ മണ്ണിൽ ഷെരീഫ് പറയും മൂപ്പര് മരിച്ചേക്കണ്. ആ പെരയിന്ന് എന്താക്കി കുറച്ച് ചോറ് കൊടുന്നുകാണ്ട് ഞാൻ എന്താക്കി മുറ്റത്ത് ഇട്ടെടുത്തു. അപ്പൊ ആ തിന്നണ ക്യാപ്പിൽ ഞാൻ എന്താക്കി ഞാൻ നേരക്ക് കയറിപ്പോയി കാണ്ട് 4 കുട്ടികളെ എന്താക്കി അവിടെ വന്ന് കണ്ടുകാണ്ട് അപ്പൊ തന്നെ ഞാൻ വന്നപ്പോ പിന്നെ അത് തീറ്റ കഴിഞ്ഞാണ്ട് എന്താക്കി അത് മേലേക്ക് കയറിപ്പോയി. അങ്ങനെ ഉണ്ടായതായിരുന്നു. അപ്പൊ തള്ള വരെ എന്താക്കി പ്രസവത്തിന് വന്നിക്കാന്ന് ഞാൻ പറഞ്ഞിരിക്കുന്നത്. സീമാട്ടിന്റെ തള്ള നമ്മളില് തള്ളാര് മക്കളെ നോക്കുന്ന മരിക്ക് തന്നെ സീമാട്ടിന്റെ പ്രസവമായപ്പോ അതിന്റെ തള്ള
കുട്ടീനെ നോക്കാൻ വേണ്ടിയിട്ട് വന്നേക്കാം. ചുരുങ്ങി പറഞ്ഞാൽ ഒരു കുറേ പ്രത്യേകത അത് ഭയങ്കര അതൊക്കെ ഒരു അറിവ് നമുക്ക്. അതിന്റെ പുറമെ പിന്നെ ഈ തള്ളയും കുട്ടിയും കൂടെ നിൽക്കുന്ന സമയത്ത് നമ്മൾ എന്തെങ്കിലും ഇട്ടെടുത്താല് തള്ളക്ക് കൊടുക്കന്നില്ല സീമാട്ടി ഫുള്ള് തിന്നുക. തള്ള അഥവാ തിന്നാൻ വേണ്ടിയിട്ട് തൊള്ളിയിട്ട് അതിന്റെ തൊള്ളിയിൽ നിന്ന് വലിച്ചുകാണ്ട് എടുക്കലാണ് സാധാരണ. പക്ഷെ പ്രസവം കഴിഞ്ഞപ്പോ ഞാൻ താഴത്ത് ഇട്ടെടുത്താല് തള്ള മുഴുവനും തിന്നിട്ടേ സീമാട്ടി തിന്നാൻ പോവുള്ളൂ. അതുവരെ സീമാട്ടി അതിന്റെ അടുത്ത് ഇങ്ങനെ പോയി കാണ്ട് കടക്കും ഭക്ഷണത്തിന്റെ അടുത്ത്. അപ്പൊ തള്ള തിന്നിട്ട് പിന്നെ പോയി കിടക്കും. അപ്പൊ ഇത് മനസ്സിലാക്കിയത് തള്ളാർക്ക് മക്കളെ പ്രസവിച്ചോട് കൂടി എന്താണ് ഉമ്മാന്റെ പ്രത്യേകത എന്നുള്ളത് അത് അതിന് മനസ്സിലായി. നമ്മളെ മരിക്ക് തന്നെ ഓരോരുത്തർ പ്രസവിക്കുമ്പോഴാണല്ലോ ഉമ്മാന്റെ ഇത് മനസ്സിലാവില്ല. എന്താ മരിക്ക് അവരിലുണ്ട് സ്നേഹം കാര്യങ്ങളൊക്കെ അല്ലെ. അതൊക്കെ ചിലതൊക്കെ നമുക്ക് അനുഭവത്തിൽ നിന്ന് പഠിക്കാൻ കഴിയുള്ളൂ. അതൊക്കെ ഭയങ്കര ചില അറിവുകൾ അങ്ങനെയാണല്ലോ. കുട്ടികളെ കൊണ്ടുപോയി അത് കുഴിച്ചിട്ട് സ്വയം മാന്തിക്കാണ്ട് അത് രണ്ടും അവിടെ ലൈവായിട്ട് നമ്മൾ കാണുകയാണ്. ആ പെരക്കാരും കാണാൻ നമ്മളും കാണുകയാണ്. അത് നിങ്ങൾ വല്ലാതെ അതിനെ വല്ലാതെ അത്ഭുതപ്പെടുത്തി. അതൊക്കെ നായയിൽ നിന്ന് നമുക്ക് പഠിക്കേണ്ട ഒരുപാട് കാര്യങ്ങളാണ്. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നായയിലൂടെ നമുക്ക് ഇവിടെ വന്നിട്ട് ആ നായ ഇവിടെ വന്നപ്പോഴാണ് നമുക്കൊക്കെ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. മറ്റേ നമുക്ക് നായനെ പറ്റി ഒന്നും അറിയുന്നില്ലല്ലോ. സംഭവം നായ നമുക്ക് 7 പ്രാവശ്യം തൊടേണ്ടതാണ്, 7 പ്രാവശ്യം കഴുകേണ്ടതാണ് തൊട്ടിലുണ്ടെങ്കിൽ. അത് ഇസ്ലാമിന്റെ നിയമമാണ്. അതിൽ 1 മണ്ണ് കലക്കിയ വെള്ളം കൊണ്ട് എന്താക്കും വേണം, കഴുകും വേണം. അതൊക്കെ നമ്മൾ ഇസ്ലാമിൽ പറഞ്ഞതാണ്. അതുപോലെ തന്നെ നമ്മൾ നടക്കും വേണം, പക്ഷെ അവരെ നമ്മൾ സ്നേഹിക്കുകയും വേണം. അതിന് വേണ്ടത് ഭക്ഷണം കൊടുക്കും വേണം. അവരോട് കാരുണ്യം, അവരെന്നല്ല ഏത് മൃഗങ്ങളോടും നമ്മൾ എന്താക്കണം, കാരുണ്യം കാണിക്കണം. എന്നാലും അള്ളാഹുവിന്റെ കാരുണ്യം നമുക്ക് എന്താവുള്ളൂ, ഇറങ്ങുള്ളൂ. അതാണ് അതിന്റെ പ്രത്യേകത. പിന്നെ അതിന് കഴുകാൻ പറഞ്ഞതും പിന്നെ കുളിക്കാൻ പറയുന്നതും അതൊക്കെ ഇസ്ലാമിന്റെ കാഴ്ചപ്പാടുകളാണ്. അതൊക്കെ നമ്മൾ എല്ലാവരും കൊണ്ടു നടക്കുമ്പോഴാണ് ശരിക്കും യഥാർത്ഥത്തിൽ ഒരു മുസൽമാനാകും. മതത്തിന്റെ കാര്യങ്ങൾക്ക് അതോടൊപ്പം തന്നെ നമുക്ക് അതിനെ വളർത്തുന്നോണ്ടോ അല്ലെങ്കിൽ ഈ 2 കാര്യങ്ങൾക്ക് വേണ്ടി അതിനെ കൊണ്ടെടുക്കുന്നോണ്ടോ അതിനൊന്നും യാതൊരു വിഷയമില്ല. ഒന്ന് വീട് കാവലിന് വേണ്ടിയിട്ട്, മറ്റൊന്ന് നായാട്ടിന് വേണ്ടിക്ക് വേണ്ടിയിട്ടാണ് നമുക്ക് വളർത്തുന്നത്. അത് തന്നെ വീടിന്റെ പുറത്താണ് നമ്മൾ വളർത്തേണ്ടത്. ഒരിക്കലും അകത്ത് വളർത്താൻ പാടില്ല. കാരണം മലക്കുകൾ ഇറങ്ങാൻ പ്രയാസമാണ്. അപ്പോൾ നമ്മള് പാണക്കാട്ട് വെളിയോർത്തി പള്ളിന്റെ ഈ മുറ്റത്താണ്. എന്തായാലും നമ്മൾ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോകണം. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലോ, എന്താ പറയാ, നമ്മളെ വീഡിയോയിലൂടെ വൈറലായ നമ്മൾ ഉസ്താദിനെയും ഷീമാട്ടിയൊക്കെ നമ്മൾ കണ്ടെത്തി. നമ്മൾ ഉസ്താദ് ഇവിടെ ഉണ്ട്. ഉസ്താദിനെ എന്താ വെച്ചാൽ നോമ്പിന് ഞാൻ കുറച്ച് നടത്തിച്ചു. ഉസ്താദിന് ബുദ്ധിമുട്ടുണ്ടാവില്ലോ നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഷീമാട്ടിയെ തിരഞ്ഞു പോയി. അങ്ങനെ ഷീമാട്ടിനെ കണ്ടു. ഷീമാട്ടി ഇവിടെ നോക്കണ്ടേ, ഈ പള്ളിൻ്റെതാ ഉസ്താദ് അവിടെ ഉണ്ട്. ഈ പള്ളിൻ്റെ പരിസരത്ത് കണ്ടോ ആളിതാ അവിടെ പോയി ആ തണുപ്പുള്ളവിടുത്തെ ഷീമാട്ടി കിടക്കണേ. ഇത് കണ്ടോ, ഇവിടെയുള്ള നാട്ടുകാർക്ക് ആർക്കും പ്രശ്നമില്ല. കാരണം ഇവിടുത്തെ ഒരു പ്രിയപ്പെട്ടൊരു എങ്ങനെ പറയാ നായായി മാറി. അതാ അതിൻ്റെ ഉള്ളിലാണല്ലോ വളർന്നത്. ഉസ്താദ് ഫുഡും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിൽ നിന്നാണ് കൊടുത്തത്. പിന്നെ ഇവിടെ ആളുകൾ ചെരുപ്പും കാര്യങ്ങളൊക്കെ എടുക്കേണ്ട ഒരവസ്ഥ വന്നപ്പോൾ മാത്രമാണ് പുറത്തോട്ട് ആളെ മാറ്റിയത്. കാരണം അത് കടിക്കുമ്പോഴൊക്കെ കുറേ ഇസ്ലാമികമായിട്ട് കുറേ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ ഇതും നമുക്ക് നഴ്സ് എന്ന സംഭവം ഉണ്ട്. അപ്പോൾ അത് കൈകണ്ടി വരും. അപ്പോൾ അറിയാതൊക്കെ പള്ളിൻ്റെ ഉള്ളിലൊക്കെ ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ വരും. അത് ഓരോ മതത്തിൻ്റെ ഓരോ സംഗതികളാകുമ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നിൽക്കണമല്ലോ. അതാണ് അതിൻ്റെ നിയമം കാര്യങ്ങളൊക്കെ. ഏത് മതമായാലും ഇപ്പോൾ നമ്മൾ ഹൈന്ദവ സഹോദരങ്ങൾ ഓരോ വിശ്വാസത്തിൽ കുറേ സംഗതികളുണ്ടല്ലോ. അപ്പോൾ അതേമാതിരി തന്നെ ഇസ്ലാമിലും കുറേ കാഴ്ചപ്പാടും കാര്യങ്ങളൊക്കെ ഉണ്ട്. എങ്കിലും ഇതിനെ സ്നേഹിക്കാൻ തന്നെ നമ്മൾ ഇസ്ലാമിൽ പറഞ്ഞിട്ടുള്ളത്. നായനെ നോക്കിയതിൻ്റെ പേരിലൊക്കെ സ്വർഗത്ത് പോയ ചരിത്രങ്ങളൊക്കെ ഉണ്ട്. സ്വർഗം എന്ന് പറഞ്ഞാൽ ഏറ്റവും ഇസ്ലാമിൽ ഏറ്റവും പുണ്യപ്പെട്ടൊരു സ്ഥാനം കിട്ടുന്ന സംഭവമാണ്. അപ്പം അത് നമ്മൾ ഷീമാട്ടി അവിടെ ഉണ്ട്, ഉസ്താദ് ഇവിടെ ഉണ്ട്. ഇതാണ് വെളിയോടത്ത് പള്ളി. ഈ പള്ളിയിലെ പ്രിയപ്പെട്ട ഉസ്താദും ഈ നാട്ടുകാരുടെ പ്രിയപ്പെട്ട ഷീമാട്ടിയാണ് അവിടെ ഉള്ളത്. എന്തായാലും നമ്മളെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ നിർത്താം. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കണ്ട. ഉസ്താദേ, നമ്മളെന്തായാലും നമ്മളെ വീഡിയോ ഇവിടെ നിർത്താൻ പോവാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ ഓക്കെ, അസ്സലാമു അലൈക്കും. ഉസ്താദിന്റെ പേരൊന്നും കൂടി ഓർമ്മിച്ചോളി. സൈനുദ്ദീൻ ഫൈലി കാളമ്പാടി അല്ലേ? സൈനുദ്ദീൻ ഫൈലി കാളമ്പാടി. ഓക്കെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും നമ്മൾ വരുന്നതാണ്.